ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കടലക്കറി, അതായത് തേങ്ങയെല്ലാം വറുത്തരച്ച് നമുക്കൊരു അടിപൊളി നല്ലൊരു ടേസ്റ്റിലൊരു കടലക്കറി ഉണ്ടാക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കിച്ചൺ ടു സ്റ്റഡിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്ക് കടലക്കറി ആദ്യം നമുക്ക് കടല ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ഞാനിപ്പോൾ വേവിക്കാൻ മാത്രമായിട്ട് എടുത്തിരിക്കുന്നത് കടല നമ്മൾ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വാരി വെച്ച കടലയാണിത്. അതിലേക്ക് ഞാനിപ്പോൾ ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്ത പേസ്റ്റാണിത്. അപ്പോൾ നമുക്ക് ഈ കടല ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കടല നല്ല പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. ഈ വെള്ളം നമുക്ക് ഉണ്ടായിക്കോട്ടെ. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പിന്നെ അതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടല്ലോ. ഇനി ഇത് നമുക്ക് സ്റ്റവിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കുറച്ച് ഇൻഗ്രീഡിയൻസുകൾ റെഡിയാക്കാനുണ്ട്. തേങ്ങ ചിരകണം, ഉള്ളിയും ബാക്കിയുള്ളതെല്ലാം ഞാൻ എടുക്കുമ്പോൾ പറയാം. അപ്പോൾ നമുക്കിത് സ്റ്റവിലേക്ക് വയ്ക്കാം. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കടലയിലേക്ക് വറുത്തരയ്ക്കുന്നതാണല്ലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു അരമുറിയുടെ പകുതി തേങ്ങ ചിരകി എടുത്തിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തു. അപ്പോൾ നമ്മളെല്ലാ പീസുകളും വലുത് ചെറുതാവില്ല, എല്ലാം ഒരുപോലെ ആയി വരും. കണ്ടോ, പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാനും പറ്റും. അതിലേക്ക് ഒരു ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരല്പം 1/4 ടീസ്പൂൺ വലിയ ജീരകം, അല്പം കറിവേപ്പില. ഇത് നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം. അപ്പോൾ ഇത് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഞാൻ കുറച്ച് കറിവേപ്പില, ഒരു 3 പച്ചമുളക് കീറിയെടുത്തതാണ്, പിന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, പിന്നെ പൊടികൾ മീറ്റ് മസാല ഒരു 2 ടേബിൾ സ്പൂൺ വലിയ സ്പൂൺ കൊണ്ട് എടുത്താണത് മീറ്റ് മസാല. പിന്നെ നമുക്ക് ഗരം മസാല ഒരു 1/2 സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിച്ചതാണ്. അപ്പോൾ അത് 3 ഉൾപ്പൊടിയാണിത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കണ്ടല്ലോ. അപ്പോൾ ഇനി അതുപോലെ തന്നെ അതിലേക്ക് ഞാനൊരു തക്കാളി ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. സ്റ്റവിലേക്ക് പോകാം. നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ തേങ്ങ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നല്ല ചൂടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഞാനൊരല്പം കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ തേങ്ങ കരിഞ്ഞു പോകും. അപ്പോൾ ഇനി നമുക്ക് ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങ ഗോൾഡൻ കളറായി വരുന്നുണ്ട്. കുറച്ചും കൂടെ ആവാനുണ്ട്. ഇപ്പോൾ നമ്മൾ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഒരല്പം കൂടി കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. ഇവിടെ തേങ്ങ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്, വലിയ തീയിൽ വെക്കാൻ പാടില്ല. നമ്മളെ പൊടിയും തേങ്ങയെല്ലാം കരിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് ചൂടാറിയിട്ട് വേണം മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ. അപ്പോൾ ഇത് മതിയാവും. നമ്മൾ സ്റ്റൗ ഓഫാക്കുകയാണ്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. നമ്മുടെ
ഞാൻ മറ്റൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടായി വന്ന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. ഒന്ന് ചൂടാവട്ടെ. ഇവിടെ വെളിച്ചെണ്ണ ചൂടായി, കടുക് ഇട്ട് കൊടുക്കാം. ഒന്ന് അടച്ച് വയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ കടുകെല്ലാം പൊട്ടിത്തെറിച്ച് പോകും. അപ്പോൾ പൊട്ടിക്കഴിഞ്ഞാണ് നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് സവാള ഇട്ടിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ക്യാമറ ഓഫായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ സവാള ഇട്ടു. ഇനി അതിലേക്കുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴണ്ട് വരണം. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മുളകും പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കാം. തീ നമ്മുടെ ഫുൾ ചൂടിൽ തന്നെ വെച്ചിരിക്കുന്നത്, കുറച്ചൊന്നും വെച്ചിട്ടില്ല. നല്ല പെട്ടെന്ന് തന്നെ വഴന്ന് വന്നോട്ടെ. നമ്മുടെ സവാള ഇതാ 3/4 ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് ബ്രൗൺ കളർ ആവണമെന്നില്ല. അപ്പം കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഈ വഴുന്ന ഈ ഒരു പരുവം മതി നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ജ്യൂസാക്കി വെച്ചിരിക്കുന്ന തക്കാളിയുടെ നീര് വെച്ച് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ ഒന്ന് വെന്ത് ഇതിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞാൽ നമുക്ക് ആ മസാലപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഗരം മസാല, മീറ്റ് മസാല, കുരുമുളക് പൊടി, അതാണ് ഇതിലേക്ക് ഇടുന്നത്. നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ തേങ്ങയിലാണ് ഇട്ടിരിക്കുന്നത്. വെള്ളം വറ്റട്ടെ. തക്കാളിയുടെ പച്ച ആ ഒരു പൊട്ടിത്തെറിക്കുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് വേണം ഇടാനായിട്ട്. ഇനി നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഒഴിച്ചു കൊടുക്കാം. ഒരു സവാള മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ചേർത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സവാളയാണ്, കടലയാണ്. ഇനി ഇത് ഈ മസാല ഇതിലേക്ക് പിടിച്ച് വരുന്നവരെ ഒന്ന് നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങ മിക്സിയിൽ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഉപ്പ് ചേർക്കണം. നമ്മൾ ആദ്യം കടലയിൽ ഉപ്പ് ചേർത്താണ്, അത് നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. നമ്മുടെ കടല ആദ്യത്തെ മസാലയിൽ തന്നെ നല്ലപോലെ തിക്കായി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങ അരപ്പ് ചേർക്കാൻ പോവുകയാണ്. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാൻ മറന്നിരുന്നു, ഞാനത് ചേർത്ത് കൊടുത്തിരുന്നു. പിന്നെ നമ്മൾ കടലയിൽ ആദ്യം കുറച്ച് ചേർത്തു, 1/2 സ്പൂൺ കൂടി ഇതിലേക്ക് നമ്മൾ വേറെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തേങ്ങ അരപ്പ് കൂടെ ഒഴിച്ചു. ആവശ്യത്തിനുള്ള ലൂസാക്കി എടുക്കണം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടിരിക്കണം കേട്ടോ. കുറച്ചുകൂടി വെള്ളം ചേർത്ത് നമ്മൾ മിക്സി ഒന്ന് കഴുകി ഒഴിക്കാം. ഞാൻ മിക്സി കഴുകിയ വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്തിരുന്നു, കണ്ടില്ലേ? ഇപ്പം ഇത്രയും ചാറായിട്ടുള്ള ഒരു തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇത് മതി നമുക്ക്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ചൊന്നും കൂടി കുറുകി വരാനുണ്ട്. നമ്മളെ തേങ്ങയുടെയും ആ മല്ലി മുളകിൻ്റെയൊക്കെ
ടേസ്റ്റ് പിടിക്കണ്ടേ? നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മൾ കറി ഇപ്പം തന്നെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ ഇത്രയും ഉപ്പിടുന്നുണ്ട്, ഒരല്പം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാനുണ്ട്. അതുവരെ നമുക്കൊന്ന് അടച്ച് വെക്കണ്ട. അടച്ച് വയ്ക്കുമ്പോൾ നമ്മളിതിൻ്റെ വേർപ്പ് വെള്ളം ഇറങ്ങി വെള്ളം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അടച്ച് വയ്ക്കാതെ തന്നെ ഇതൊന്ന് കുക്കായി എടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഏകദേശം ലാസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. കടുക് വേണമെങ്കിൽ നമുക്ക് താളിക്കാം കേട്ടോ. ഞാൻ പിന്നെ താളിക്കുന്നില്ല. നമ്മളതിന് കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ച് കൊടുക്കാം. അത്രയും മതി. വേണം നല്ല ആവശ്യത്തിനുള്ള ചാറ് നല്ല കുറുകി. ഇപ്പോൾ പാചകം ചോറിനായാലും ചപ്പാത്തിക്കായാലും എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാം. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു കടലക്കറിയുടെ വീഡിയോ ഇട്ടിരുന്നു. അതിൽ തേങ്ങ നമ്മൾ പച്ചത്തേങ്ങയാണ് അരച്ച് ഇട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ കടല റോസ്റ്റും ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. ചൂടാറിയിട്ട് നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ. അപ്പോൾ ഇതാ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ താളിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് താളിച്ചു കേട്ടോ. കാരണം കാണുമ്പോൾ ഒരു താളിപ്പ് മുകളിൽ കാണാത്തതുകൊണ്ട് എന്തോ പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കറിയുടെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. വേണ്ട, നല്ല തിക്കായിട്ട് തന്നെ ഇരിപ്പുണ്ട്, നല്ല ടേസ്റ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പൊടിയിൽ ചേർക്കുന്ന ആ മസാലയുടെ ഒരു ഇത് ഓവറായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മളൊരു അല്പം ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ബാലൻസ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് വരാം. എല്ലാവരോടും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് അപേക്ഷിക്കുകയാണ്. താങ്ക് യു.